തീർച്ചയായും ഇതിൻ്റെ വസ്തുത പുറത്തു വരിക തന്നെ വേണം. ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ലോകം അറിയുക തന്നെ വേണം. ഇത്രയും വലിയ വിവാദമായ സ്ഥിതിക്ക് ഇനി ഞാൻ വേറെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം അഭിലാഷ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു, ആ ബോഡി അങ്ങോട്ട് എടുത്താൽ എന്താ പ്രശ്നം, ഇതൊക്കെ ചെയ്യാം, ഓക്കെ, ഇതെല്ലാം ചെയ്യാം, പറഞ്ഞില്ലേ. സംസ്കരിച്ച ഒരു മൃതദേഹം പുറത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമോഷണലായിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. നമ്മുടെ നാട്ടിൽ എത്രയോ പ്രാവശ്യം, ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഡെഡ് ബോഡി വീണ്ടും പുറത്തെടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളതൊക്കെ. അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ എത്രമാത്രം ഷോക്ക് ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ അത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല, കൃത്യമായി എഴുതപ്പെട്ട നിയമത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്നു. ഇപ്പം നാളെ ഇങ്ങനെ നമുക്ക് ഏത് മരണത്തിനെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ അഭിലാഷേ? ഇപ്പം നാളെ നിങ്ങളുടെ അയൽപക്കത്തൊരാൾ മരിച്ചു, പിന്നെ പറഞ്ഞ പോസ്റ്റ്മോർട്ടം അനിവാര്യമാവുന്ന ഘട്ടങ്ങളുണ്ട്. ഏത് മരണവും ഇതുപോലെ വിവാദമാവും. അതെ, പറയട്ടെ എങ്ങനെയാണ് ഈ മരണം എന്നത് ആ മക്കള് വിശദീകരിച്ചത് താങ്കൾ പറയട്ടെ. ഞാൻ കേട്ടതാണ്, നിങ്ങൾ പറയട്ടെ. ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ അതല്ല പറഞ്ഞു, നിങ്ങൾ ആ കറക്റ്റ് സാങ്കേതികമായിട്ട് പറയുമ്പോൾ ഞാൻ അതിനെ സാങ്കേതികമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. നാളെ നിങ്ങളുടെ അയൽപക്കത്തൊരാൾ മരിച്ചു, വയസ്സായി മരിച്ചു, രോഗിയായിരുന്നു, മരിച്ചു. മിക്കവാറും സമയങ്ങളിൽ മരണസമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കൾ, ഇവരൊക്കെ തന്നെ അടുത്തുണ്ടാവുകയുള്ളൂ. ആ മരണത്തിൽ സംശയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. പിറ്റേ ദിവസം നേരെ വന്ന് ആ ബോഡി, സംസ്കരിച്ച ബോഡി നേരെ വന്ന് ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ പോലീസ് തോണ്ടി എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആ ഇമോഷണൽ ഷോക്ക് എത്ര വലുതാണ്. അതേസമയം ശരി, പറയുന്നതൊക്കെ അല്ല ഞാൻ പറയുന്നതൊക്കെ പരാതികളുടെ പ്രവാഹം ഉണ്ടാകുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഡെഡ് ബോഡി അഭിലാഷ് അവിടെ പറയട്ടെ, അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. കാര്യം വേറെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല ഈ മക്കൾ. അവിടെ നിൽക്കും, ഞാൻ പറയട്ടെ അഭിലാഷേ. എനിക്കറിയാം, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എനിക്ക് അവിടെ നിൽക്കൂ. ഞാൻ പറഞ്ഞല്ലേ, അല്ലല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. ഇനിയും ഇല്ല, നിങ്ങളിപ്പം സാങ്കേതികമായിട്ട് മാത്രമാണ് ഈ പറയുന്നത്, സാങ്കേതികതയിൽ തന്നെ പിടിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ മരണം ആരും കണ്ടിട്ടില്ല, ആരും ഡെഡ് ബോഡി കണ്ടിട്ടില്ല, ആരും മരണം ഇന്നയാൾ കാണണമെന്നും ഡെഡ് ബോഡി നാട്ടുകാരെ മുഴുവൻ കാണിക്കണമെന്നും ഈ നാട്ടിൽ നിയമമില്ല. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ നിയമമില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനും നിയമം ഇല്ല. ഇങ്ങനെ ഒരു സംശയം